ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷാറുഖ് ഖാനെ കുറിച്ചാണ്. അത് SRK കിങ് ഖാൻ എന്ന റിയൽ ബ്രാൻഡിനെ കുറിച്ച്. കുറച്ച് ദിവസമായിട്ട് അദ്ദേഹമാണല്ലോ ന്യൂസിൽ. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ജവാൻ എന്ന മൂവിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് ഡിസർവ് ചെയ്യുന്ന കുറേ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചിരുന്ന പടങ്ങളുണ്ട്. നമുക്ക് ആ പടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് സ്വദേശ് എന്ന് പറയുന്നത്. നാസയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മോഹൻ ഭാർഗവ് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയെ കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ പറഞ്ഞ കണക്കന്നെ ഒരു വട്ടം ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ മോഹൻ ഭാർഗവനെയും ഗീതയും അതുകൊണ്ട് കാവേരിയും ഒന്നും മറക്കാൻ കഴിയത്തില്ല. അതുപോലെ മറ്റൊരു പടമാണ് വീർ സാര എന്ന് പറയുന്നത്. വീർ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെയും സാറാ ഖാൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ യുവതിയുടെയും പ്രണയം ചർച്ച ചെയ്യുന്ന സിനിമ അതിഗംഭീരമായ ഒരു പടമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങി വെച്ച് ഏറ്റവും മികച്ച ഒരു ലവ് സ്റ്റോറി ചർച്ച ചെയ്യുന്ന ഒരു പടവും കൂടെയാണ് ഈ പറഞ്ഞ വീർ സാര എന്ന് പറയുന്നത്. മറ്റൊരെണ്ണമാണ് ദേവദാസ് എന്ന് പറയുന്നത്. ഐശ്വര്യ റായിയും മാധുരി ദീക്ഷിത്തും ഷാറുഖ് ഖാനും എല്ലാം കൂടെ മത്സരിച്ച് അഭിനയിച്ച ഒരു പടമാണ് ദേവദാസ് എന്ന് പറയുന്നത്. അതിൽ ദേവദാസായിട്ട് ഷാറുഖ് ഖാൻ വരുന്നുണ്ട്. ഈ പറയുന്ന പ്രണയ നൈരാശ്യവും അതിന് മൂലമുണ്ടാകുന്ന ആൽക്കഹോളിസവും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണമാണ് ഡോൺ എന്ന് പറയുന്നത്. ഇല്ലേ, ഈ പറഞ്ഞ കണക്ക് തന്നെ വളരെ മാസ്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഡോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഷാറുഖ് ഖാൻ ഒരു മാസ് ക്യാരക്ടറോളം വഴങ്ങുമെന്ന് തെളിയിച്ചൊരു പടമാണ് ഡോൺ എന്ന് പറയുന്നത്. ഡോൺ സീരീസിന് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നാഷണൽ അവാർഡ് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അവാർഡ് കിട്ടുമായിരുന്നു. മറ്റൊരെണ്ണമാണ് ദിൽസെ എന്ന് പറയുന്നത്. അമൻ വർമ്മ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് നോർത്ത് ഈസ്റ്റിലേക്ക് വരികയും അവിടെ വെച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിലാവുകയും പിന്നീട് ആ പെൺകുട്ടി ഒരു തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കുന്നതും അതുമായിട്ട് എങ്ങനെയാണ് കഥകൾ മുന്നോട്ട് പോകുന്നതായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു മണിരക്തത്തിൻ്റെ പടമാണ് ദിൽസെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പടത്തിലെ അഭിനയത്തിന് അദ്ദേഹം ഒരു അവാർഡ് ഡിസർവ് ചെയ്തിരുന്നു. മറ്റൊരെണ്ണമാണ് മൈ നെയിം ഈസ് ഖാൻ എന്ന് പറയുന്നത്. ഒരു ഓട്ടിസം ബാധിച്ച ഒരു യുവാവ് അമേരിക്കയിൽ നേരിടുന്ന പ്രതിസന്ധികളും അതുകൊണ്ട് ഇസ്ലാമോഫോബിയ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്തത്. അതിമനോഹരമായിട്ടുള്ള അഭിനയമാണ് ഷാറുഖ് ഖാൻ അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊരെണ്ണമാണ് ഫാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ടോക്സിക് ഫാനിസം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന പടമാണ് ഫാൻ എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ ഗൗരവ് ചന്ദ്രയായിട്ടും അത് കണക്ക് തന്നെ ആര്യൻ ഖന്ന എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറായിട്ടും ഷാറുഖ് ഖാൻ തന്നെയാണ് അഭിനയിക്കുന്നത്. ഡ്യുവൽ റോളിലാണ് അഭിനയിക്കുന്നത്. അതിനും ആ ഒരു പടത്തിലെ അഭിനയത്തിനും ഷാറുഖ് ഖാൻ തീർച്ചയായിട്ടും ഒരു നാഷണൽ അവാർഡ് ഡിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ചക് ദേ ഇന്ത്യ പറയുന്നത്. ചക് ദേ ഇന്ത്യ ഒരുപക്ഷെ മലയാളികൾ കൂടുതലും കണ്ടിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ചക് ദേ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കണക്ക് തന്നെ കബീർ ഖാൻ എന്ന് പറയുന്ന ഒരു എക്സ് ഹോക്കി പ്ലെയർ പിന്നീടുള്ള ഇന്ത്യൻ ഹോക്കി വുമൺ ടീമിനെ ലീഡ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോച്ചായിട്ട് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ആ ഇന്ത്യൻ ടീം കപ്പ് നേടുന്നതൊക്കെ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിലെ അഭിനയങ്ങൾക്കൊക്കെ ഷാറുഖ് ഖാൻ തീർച്ചയായിട്ടും ഒരു നാഷണൽ അവാർഡ് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇക്കാലഘട്ടത്തിലെ കൂട്ടല്ല, നമുക്കൊരു 90s കിഡ്സിൻ്റെ അടുത്ത് ഒരു നോൺ മലയാളി ആക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ പോകുന്ന ആ കാലഘട്ടത്തിൽ ഷാറുഖ് ഖാൻ ആയിരിക്കും.